ഓക്കെ. യൂട്യൂബ് ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ അശ്വിനിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അശ്വിനിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അശ്വിനിയുടെ വീടെന്ന് പറഞ്ഞാൽ പാലോടാണ്. പാലോട് എവിടെ സ്ഥലം പറഞ്ഞാൽ ആറ് കണ്ണം കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വലിയൊരു കാട്ടിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ അശ്വിനി ഇവിടെ ആനയെ കാണാറുണ്ട്, ഇല്ലാത്ത മൃഗങ്ങളെല്ലാവരും കാണാറുണ്ട്. കണ്ടാണ് രാവിലെ ഉണരുന്നത്. അപ്പം നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അശ്വിനിയെ കാണാൻ വേണ്ടി വന്നതാണ്. അശ്വിനിയുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വരുമാന മാർഗ്ഗം അശ്വിനിക്ക് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ അശ്വിനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അശ്വിനിയുടെ എന്താ പറയുക, ഒരു സാമ്പത്തികം വളരെ മോശമാണ്. അപ്പം അതൊക്കെ മാറ്റമുണ്ടാവും. അപ്പം അങ്ങനെയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അശ്വിനി തന്നെ പറഞ്ഞു തരും. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അശ്വിനിയുടെ പൂച്ചയാണ് വന്നിരിക്കുന്നത്. അശ്വിനിയുടെ പൂച്ചതാ എൻ്റെ തോളി കയറാൻ വേണ്ടി വരികയാണ്. വലിഞ്ഞ് കയറുന്നു. അശ്വിനി പൂച്ചയാണ്. പൂച്ച കുട്ടിയായിരുന്നു, വലുതായതാണ് അശ്വിനിയുടെ. അതാ എൻ്റെ മടിയിൽ വന്ന് കിടന്നു. എന്നെ ആദ്യമായിട്ട് കാണാണ്, ഒരു പരിചയമില്ലാതെ വന്ന് കിടക്കുകയാണ് ഇവിടെ. ആശാൻ എന്താണ് പേരെന്താണ്? പേരിട്ടില്ല. ശൂശു എന്ന് വിളിക്കുമ്പോ വരും, അതാണ് പേര്. ഓക്കെ. അശ്വിനി എന്തോരെ പഠിച്ചു? +2 കഴിഞ്ഞു. പിന്നെ PSC ഒക്കെ പഠിക്കുന്നുണ്ട്. മറ്റേ കമ്പ്യൂട്ടർ അതെല്ലാം പഠിച്ചില്ലേ? ടൈപ്പിംഗ് എല്ലാം പഠിച്ച് ഇപ്പൊ വീട്ടിലാണ്. ബോട്ടിലകത്തൊക്കെ ചെയ്യുന്നു. വേറെ എന്തൊക്കെ വരയ്ക്കുമല്ലേ? വരയ്ക്കും, അങ്ങനത്തെയൊക്കെയാണ്. അതൊക്കെയാണ് അശ്വിനിയുടെ വിശേഷങ്ങൾ. അപ്പോൾ പറ്റുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.